ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അരിപ്പത്തിരിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു അരിപ്പത്തിരിയാണ്. അതിന് ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ തിള വരണമെന്നില്ല, എന്നോടൊന്ന് തിളച്ച് പോയതാണ്. ഞാൻ വേറൊരു പണിയെടുക്കാൻ പോയപ്പോഴേക്ക് വെള്ളം തിളച്ച് പോയി. എല്ലാവരും ചോദിക്കും ചായപാത്രത്തിൽ എന്തോ ഒരു കറ കാണുന്നുണ്ടല്ലോ എന്ന്. അത് കുട്ടികൾ എന്തോ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് അടി കറുത്ത് പോയതാണ്. വെള്ളം വെച്ച് ഗ്യാസുമ്മൽ വെള്ളം വെച്ചിട്ട് കരിഞ്ഞു പോയതാണ്. ഇനി ഇത് ഞാൻ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ തിളക്കേണ്ട ആവശ്യമില്ല. വെള്ളത്തിൽ നല്ലൊരു പൊക്കള പോലെ വരുമ്പോൾ നമ്മൾ ഇറക്കി വെക്കണം. ഇതിനോട് തിളച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് ഗ്യാസ് ഓഫാക്കി കുറച്ച് സമയം ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷമേ പാരാവും. അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചിട്ട് ആ ചൂട് ഒരു നല്ല തിളച്ച ചൂട് പോക്കണം. എന്താണെന്ന് വെച്ചാൽ പൊക്കള വരുന്ന സമയമാണ് വെള്ളത്തിൻ്റെ കണക്ക്. ഇതിനോട് തിളച്ച് പോയത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ആരും തിളക്കാൻ കാത്തിക്കരുത്. തിളച്ച് പോയി കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒഴിക്കണം. എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിനനുസരിച്ചാണ് കേട്ടോ. കുറഞ്ഞ വെള്ളം തിളപ്പിച്ചെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഒന്നും ഒഴിക്കരുത്. അല്ലെങ്കിൽ പിന്നെ ഇറക്കി വെച്ചൊരു 2 മിനിറ്റ് ചൂട് തണിയാൻ വെച്ചാൽ മതി. ഇനി ഞാൻ ഈ പൊടിയിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് പൊടി കിളരി എടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടും. എന്ന് വെച്ചാൽ പൊടി വെന്ത് പോകരുത്. പൊടി വെന്ത് പോകുന്നതിനാണ് കൂടുതൽ തിളച്ച വെള്ളം ഒഴിക്കരുതെന്ന് പറയുന്നത്. നല്ലോണം അയവി കുഴക്കണം. നല്ല കട്ടി കുഴച്ചെടുക്കരുത്. പൊടി ഉരുട്ടിയെടുക്കുക. നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടണം പൊടി കുഴച്ചാൽ. എന്നാലാണ് പത്തിരി നന്നാകുക. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഇത് ഞാനൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം നന്നാക്കി ഒന്ന് കൈകൊണ്ട് കുഴച്ച് മിക്സാക്കണം. എന്നുവെച്ചാൽ കട്ടയും പിടിച്ചതും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നന്നാക്കി ഒന്ന് കുഴച്ച് മിക്സാക്കി എടുക്കണം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ട് കാണാനും ശ്രമിക്കുക. ഇനി ഞാനൊരു നോൺ സ്റ്റിക്ക് ട്രൈഫാൻ ഗ്യാസുമ്മൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഗ്യാസ് ഓണാക്കി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഞാനൊരു വെളിച്ചെണ്ണൻ്റെ കവറാണ് മുറിച്ചെടുത്തത്. അതിലും കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഓരോരോ ഉരുള എടുത്ത് നല്ലോണം ഉരുട്ടി അതിൽ വെച്ച് കൊടുത്തിട്ട് ഒരു പ്ലേറ്റ് കൊണ്ടാണ് അമർത്തി കൊടുക്കുന്നത്. നിങ്ങൾക്ക് പത്തിരി പ്രസ് ഒന്നും വേണമെന്നില്ല. ഇങ്ങനെ ഒരു പ്ലേറ്റ് കൊണ്ട് അമർത്തി കൊടുത്താൽ മതി. കൈ കൊണ്ട് പരത്താൻ കഴിയുന്നവർക്ക് കൈ കൊണ്ട് പരത്തിയാലും മതി. എന്നാലും ഇങ്ങനെ പരത്തുന്നതാണ് അതിൻ്റെ വൃത്തി. ഇങ്ങനെ പ്ലേറ്റ് കൊണ്ട് അമർത്തിയാൽ നല്ല വൃത്തി കിട്ടും. പത്തിരി പ്രസ് ചുടുന്നതിനേക്കാൾ നല്ല വൃത്തി കിട്ടും. അത് മടക്കും ഒന്നിങ്ങോട്ട് നീക്കി വെച്ച് പത്തിരി വെച്ച് മടക്കണം. ഇനി ഇതോരോന്നോരോന്നാക്കി ഇങ്ങനെ പത്തിരി പരത്തി എടുത്തിട്ട് ചുട്ടെടുക്കണം. ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് അമർത്തി കൊടുത്താൽ മതി. പ്ലേറ്റ് മതി. പ്രസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല അടിപൊളി പത്തിരിയാണ്. സോഫ്റ്റായി നിൽക്കും പത്തിരി. ഇനി മറച്ചിടുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ മേലെയൊക്കെ തേച്ച് കൊടുക്കുക. ലേശം എണ്ണ തേക്കണം, എന്നെങ്കിലേ പത്തിരി നന്നാവും. ഞാൻ വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തേച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും പത്തിരിക്ക്. ഇനി ഇതൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. മറച്ചിട്ട് നല്ലോണം സോഫ്റ്റായി വെന്തതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നാക്കി എടുത്ത് മാറ്റി വെക്കാം. ഇത് അടിപൊളിയാണ്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ലേശം മെഴുക്ക് ഇങ്ങനെ പുരട്ടി കൊടുക്കണം നമ്മൾ. ഇതിന് ഞാൻ അയില വാങ്ങി മുളക് ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് അയില മുളകിട്ടതും പത്തിരിയും തിന്നാൻ. ഇത് ഞാൻ മീൻ കറിയാണ് അധികം ഉണ്ടാക്കൽ. മത്തിയോ അല്ലെ അയില എന്ത് മീനായാലും നല്ലോണം പുളിയൊക്കെ ഒഴിച്ച് മുളകിട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റായതാ. ഞാൻ ഓരോന്നോരോന്നാക്കി ചുട്ട് വെക്കുന്നുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചുട്ട് നോക്കണം. നല്ല അടിപൊളിയാണ് പത്തിരി. നമുക്ക് ഏത് കറിക്കും കൂട്ടാൻ ടേസ്റ്റാണ്. രാവിലെയൊക്കെ അധികം നൈസ് അല്ല, അധികം കട്ടിയല്ലാത്തൊരു പത്തിരിയാണിത്. ഏതൊരു കുട്ടികൾക്കും അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്കൊക്കെ കണ്ടു പഠിക്കാൻ. ഇനി എല്ലാവരും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ